ഇന്നത്തെ വീഡിയോ 8ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്റർ നെഗറ്റീവ് നമ്പേഴ്സ് എന്ന ചാപ്റ്റർ. കേരള സിലബസിലെ 9ാമത്തെ ചാപ്റ്ററാണ് നെഗറ്റീവ് നമ്പേഴ്സ്. അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. നെഗറ്റീവ് നമ്പേഴ്സ് നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ മുഴുവനായിട്ടും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബേസിക്സ് എങ്ങനെയൊക്കെയാണ് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എന്നൊക്കെ വിശദമായി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ നമ്മൾ ആ ക്ലാസ്സിലെ 8ാം ക്ലാസ്സിലെ ആ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ചെയ്യുന്നത്. ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ്, യൂസിങ് ദ പ്രിൻസിപ്പിൾസ് എബോവ് കമ്പ്യൂട്ട് ദ ഫോളോയിങ്. പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് മൈനസും പ്ലസും കൂട്ടേണ്ട കുറയ്ക്കേണ്ട രീതികളാണ്. നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതിൻ്റെ പ്രോബ്ലങ്ങൾ ചെയ്യാം. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 5 മൈനസ് 10 ഈക്വൽ ടു. ഇവിടെ 5ൽ നിന്നും 10 കുറയ്ക്കേണ്ടത്. അപ്പോൾ 10ൽ നിന്ന് 5 കുറച്ച് മൈനസ് ചേർത്താലും ശരിയാണ്. പക്ഷെ നമ്മൾ നെഗറ്റീവ് പോസിറ്റീവും കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് കുറയ്ക്കേണ്ട നമ്പറിൻ്റെ, അതായത് മൈനസ് 10ൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ്, സങ്കലന വിപരീതം, അതായത് ചിഹ്നം മാറ്റി കൂട്ടുക. അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ 10 - 5 എടുത്തിട്ട് മൈനസ് ചെയ്താലും ഈ ആൻസർ തന്നെ കിട്ടും. നമ്മൾ സാധാരണ പോലെ 5 ഇവിടെ എഴുതി, 5 മൈനസ് 10 ആണ്, അപ്പോൾ അത് പ്ലസ് എന്നിട്ടു. എന്നിട്ട് ഈ 10ൻ്റെ സങ്കലന വിപരീതം, അഡിറ്റീവ് ഇൻവേഴ്സ്, അതായത് 10ൻ്റെ ചിഹ്നം മാറ്റുന്നത്. അപ്പോൾ അത് -10 എന്നായി. 5 മൈനസ് 10 ആയിരുന്നു, അതിനെ 5 പ്ലസ് -10 എന്ന് എഴുതി. ഈക്വൽ ടു, ഇപ്പോൾ ഇവിടെ ഡിഫറൻറ്റ് സൈനാണ്, വ്യത്യസ്ത ചിഹ്നമുള്ള രണ്ട് സംഖ്യകളാണ്. 5ൻ്റെ സൈൻ പോസിറ്റീവും, പോസിറ്റീവ് ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, അവിടെ പോസിറ്റീവ് എഴുതി. 5ൻ്റെ സൈൻ പോസിറ്റീവും 10ൻ്റെ സൈൻ നെഗറ്റീവുമാണ്. അപ്പോൾ തമ്മിൽ കൂട്ടുവല്ല ചെയ്യുക, തമ്മിലുള്ള വ്യത്യാസം വലിയ നമ്പറിൽ നിന്നും ചെറിയ സംഖ്യ കുറയ്ക്കുന്നു. എന്നിട്ട് അബ്സൊല്യൂട്ട് വാല്യൂ, കേവല മൂല്യം, വലിയ നമ്പറിൻ്റെ സൈൻ ചേർക്കുന്നു. ഇപ്പോൾ നമ്മൾ 10ൽ നിന്ന് 5 കുറയ്ക്കുന്നു, 5. ഇനി ഇതിൽ വലിയ സംഖ്യ 10 ആണ്. അപ്പോൾ 10ൻ്റെ സൈൻ അത് മൈനസ് ആണ്. അപ്പോൾ 5 മൈനസ് 10നെ 10 മൈനസ് 5 ചെയ്തിട്ട് മൈനസ് ഇട്ടാൽ ഈ ആൻസർ കിട്ടും. പെട്ടെന്ന് ചെയ്യാം. ശരിക്കും ചെയ്യേണ്ട രീതി 5 മൈനസ് 10 എന്നുള്ളത് 5 പ്ലസ് -10 എന്നാക്കി മാറ്റി എഴുതുന്നു. ഇനി ഇപ്പോൾ ഇത് അഡീഷനായിട്ട് മാറി, കൂട്ടലായി. ശരിക്കും നമ്മൾ മൈനസും പ്ലസിൽ നമ്മൾ കുറയ്ക്കൽ ചെയ്യുന്നില്ല, പകരം ചിഹ്നം മാറ്റി കൂട്ടുവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചിഹ്നം മാറ്റി കൂട്ടണം എന്നെഴുതി വെച്ചു. ഇനി 10ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസം 5, വലിയ സംഖ്യയുടെ ചിഹ്നം, അബ്സൊല്യൂട്ട് വാല്യൂ, വലുതിൻ്റെ ചിഹ്നം. 10 ആണ് ഇവിടെ. ചിഹ്നം നോക്കാതെയുള്ള സംഖ്യയുടെ വിലയാണ് അബ്സൊല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചിഹ്നം നോക്കാതെ നമ്പറിൻ്റെ മാത്രം വാല്യൂ നോക്കിയാൽ 10 ആണ് ഇവിടെ വലുത്. അപ്പോൾ 10ൻ്റെ സൈൻ മൈനസ് എന്നിട്ടു നമുക്ക് ആൻസർ കിട്ടി. ഇനി ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, -10 പ്ലസ് 5 ഈക്വൽ ടു. ഇവിടെ അഡീഷന്, കൂട്ടാനാണ്, അതുകൊണ്ട് ഒരു ചിഹ്നം മാറ്റി എഴുതേണ്ട കാര്യമൊന്നുമില്ല, കൂട്ടിയാൽ മതി. അപ്പോൾ കൂട്ടാൻ വേണ്ടി ഇവിടെയും ഇത് -10ഉം പ്ലസ് 5ഉം ആണ്. ഇവിടെ ഇതിൻ്റെ സൈൻ വ്യത്യസ്ത ചിഹ്നമാണ്, അതുകൊണ്ടാണ് തമ്മിലുള്ള വ്യത്യാസം ഇവിടെ 5. അപ്പോൾ വലുതിൻ്റെ ചിഹ്നം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, -5 -10 ഈക്വൽ ടു. ഇതിനെ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ മാറ്റി എഴുതാം. -5 പ്ലസ് -5 മൈനസ്, ഇവിടെ 10 എന്നാണ്, അതിന് സൈൻ ഇല്ല, അപ്പോൾ അത് പോസിറ്റീവ് ആണെന്ന് വിചാരിക്കണം. -5ൽ നിന്നും 10 കുറയ്ക്കണം, അപ്പോൾ ഇവിടെ -5 കൂട്ടണം, -10 എന്നെഴുതുന്നു. ഈക്വൽ ടു, അത് ഇപ്പോൾ ഇവിടെ ഒരേ സൈനാണ്, -5ഉം -10ഉം ആണ് കൂട്ടേണ്ടത്. അപ്പോൾ സെയിം സൈൻ ആകുമ്പോൾ അത് തമ്മിൽ കൂട്ടി 15. ഇനി അതേ സൈൻ തന്നെ ചേർക്കുക, -15. -5ഉം -10ഉം കൂടെ കൂട്ടിയാൽ തമ്മിൽ കൂട്ടുക, തമ്മിൽ കൂട്ടിയാൽ 15 കിട്ടും. 15 ഇനി രണ്ടും ഒരേ സംഖ്യ, ഒരേ ചിഹ്നമായതുകൊണ്ട് ആ ചിഹ്നം തന്നെ ചേർക്കുക. ഇവിടെ ചിലർക്കെങ്കിലും സംശയം തോന്നും, മൈനസും വരുമ്പോൾ പ്ലസ് അല്ലേ എന്ന്. പ്രത്യേകം ശ്രദ്ധിക്കുക, മൈനസും വരുമ്പോൾ പ്ലസ് ആകുന്നത് മൾട്ടിപ്ലിക്കേഷനിലും ഡിവിഷനിലുമാണ്. ഇവിടെ മൈനസും ആഡ് ചെയ്യാനാണ്. അഡീഷണലിൽ സെയിം സൈൻ കൂട്ടിയാൽ അതേ സൈൻ തന്നെയാണ് വരിക. അപ്പോൾ -5ഉം -10ഉം കൂട്ടിയാൽ നമുക്ക് -15 തന്നെയാണ് വരിക. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, -5 -5 ടു -5 പ്ലസ് -5 എന്ന് എഴുതി, സെയിം സൈനാണ് കൂട്ടുക. അപ്പോൾ 5 കൂട്ടിയാൽ 10, സൈൻ മൈനസ്. ഇനി ഇതിലെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, -5 പ്ലസ് 5 ഈക്വൽ ടു. -5 പ്ലസ് 5 ഇത് അഡിറ്റീവ് ഇൻവേഴ്സ് ആണ്, അതായത് സെയിം നമ്പർ വ്യത്യസ്ത സൈൻ. അപ്പോൾ അത് കൂട്ടിയാൽ നമുക്ക് 0 ആണ് കിട്ടേണ്ടത്. ഇനി ഇല്ലെങ്കിലും ഇത് അഡീഷനാണ്, അങ്ങനെ കൂട്ടി നോക്കിയാൽ
അപ്പോൾ വ്യത്യസ്ത ചിഹ്നമാണ്. വ്യത്യസ്ത ചിഹ്നമുള്ള സംഖ്യകൾ കൂട്ടുമ്പോൾ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം അത് 0ആണ്. പിന്നെ വലുതിൻ്റെ സൈൻ 0 ആയിട്ട് നമുക്ക് സൈൻ ചേർക്കണം. 6ാമത്തെ ക്വസ്റ്റ്യൻ -1/2 പ്ലസ് 1/2 ഈക്വൽ ടു, ഇവിടെ -1/2 പ്ലസ് 1/2. അപ്പോൾ ഡിഫറൻറ്റ് സൈനാണ്. അപ്പോൾ തമ്മിലുള്ള വ്യത്യാസം കാണണം. തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിച്ച് വലുതിൻ്റെ സൈൻ ചേർക്കണം. അപ്പോൾ തമ്മിലുള്ള വ്യത്യാസം അരയും ഒന്നരയും തമ്മിലുള്ള വ്യത്യാസം 1ആണ്. ഇവിടെ വലുതിൻ്റെ ചിഹ്നം ഇവിടെ പ്ലസ് 1/2ൻ്റെ സൈൻ പോസിറ്റീവാണ്. അതുകൊണ്ട് ഇവിടെ 1ൻ്റെ സൈൻ പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ സൈൻ ഇടുന്നില്ല. ഇതിൽ 7th ക്വസ്റ്റ്യൻ -1/2 മൈനസ് 1/2 ഈക്വൽ ടു -1/2 പ്ലസ് -1/2 ഈക്വൽ ടു. അപ്പോൾ ഇവിടെ കുറയ്ക്കേണ്ടതിന് പകരം നമ്മൾ അഡിറ്റീവ് ഇൻവേഴ്സ് ചിഹ്നം മാറ്റി കൂട്ടണം എന്ന് എഴുതി വെച്ചു. ഇനി ഇവിടെ കൂട്ടിയാൽ മതി. അപ്പോൾ കൂട്ടുമ്പോൾ രണ്ടും ഒരേ ചിഹ്നമാണ്. അപ്പോൾ ആ ചിഹ്നം തന്നെ ആൻസറിൽ വരും. ഇനി 1/2ഉം 1/2 ഒന്നര വരെയും 2. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ -1/2 പ്ലസ് 1/2 ഈക്വൽ ടു, നമ്മൾ നേരത്തെ ഈ പ്രോബ്ലത്തിൽ പറഞ്ഞ പോലെ തന്നെ അഡിറ്റീവ് ഇൻവേഴ്സ് അല്ലെങ്കിലും -1/2ഉം -1/2 കൂടെ കൂട്ടിയാൽ അപ്പോൾ വ്യത്യസ്ത ചിഹ്നമാണ്. ഇവിടെ -1/2ഉം 1/2 കൂടെ കൂട്ടിയാൽ വ്യത്യസ്ത ചിഹ്നമാണ്. അതുകൊണ്ട് തന്നെ തമ്മിലുള്ള വ്യത്യാസം 1/2 1/2 തമ്മിലുള്ള വ്യത്യാസം 0ആണ്. 0 ആയതുകൊണ്ട് തന്നെ അവിടെ ചിഹ്നം ഇടുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇതിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടേക്ക് ആസ് എക്സ് ഡിഫറൻറ്റ് പോസിറ്റീവ് നമ്പേഴ്സ്, നെഗറ്റീവ് നമ്പേഴ്സ് ആൻഡ് 0 ആൻഡ് കമ്പ്യൂട്ട് x+1, x-1, 1 - x. Check whether the equations below hold for all numbers. ഇവിടെ എക്സിന് പോസിറ്റീവും നെഗറ്റീവും 0യും അങ്ങനെയുള്ള വാല്യൂ കൊടുത്തിട്ട് x+1ഉം x-1ഉം 1 - xഉം ഇതിൻ്റെയൊക്കെ വാല്യൂ കണ്ടുപിടിക്കും. പിന്നെ താഴെ തന്നിരിക്കുന്ന ഇക്വേഷൻസ് ഇങ്ങനെ എക്സിൻ്റെ വാല്യൂ കൊടുത്തിട്ട് എല്ലാ നമ്പറിനും ശരിയാകുമോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് x+1 ചെയ്ത് നോക്കാം. അപ്പോൾ എക്സിന് നമുക്ക് പോസിറ്റീവും നെഗറ്റീവും 0യും കൊടുത്ത് നോക്കണം. ആദ്യം നമുക്ക് x+1 അത് ചെയ്ത് നോക്കാം. x+1ന് നമുക്ക് ആദ്യം x = 1 കൊടുത്ത് നോക്കാം. അപ്പോൾ 1 + 1 = 2 എന്ന് കിട്ടും. ഈ രണ്ടാമത്തെ കേസിൽ നമുക്ക് x = 0 കൊടുത്ത് നോക്കാം. അപ്പോൾ x+1 = 0 + 1 = 1 എന്ന് കിട്ടും. ഇനി ഇതിന് x = -1 കൊടുത്തു. അപ്പോൾ x+1 = -1 + 1 = 0 എന്ന് കിട്ടും. അടുത്തത് x-1. അവിടെ ഫസ്റ്റ് കേസിൽ x = 1 എന്ന് കൊടുക്കും. അപ്പോൾ x-1 = 1 - 1 = 0. ഇനി സെക്കൻഡ് കേസിൽ x = 0 കൊടുക്കുന്നു. അപ്പോൾ x-1 = 0 - 1 = -1. തേർഡ് കേസിൽ x = -1 കൊടുക്കുന്നു. അപ്പോൾ x-1 = -1 - 1 = അത് -1 + -1 എന്ന് എഴുതാം = -2 എന്ന് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 1 - x ആണ്. 1 - x. അവിടെ ഫസ്റ്റ് കേസിൽ x = 1 കൊടുക്കും. = 1 - x = 1 - 1 = 0. സെക്കൻഡ് കേസിൽ x = 0 കൊടുത്തു. അപ്പോൾ 1 - 0 = 1. തേർഡ് കേസിൽ x = -1 കൊടുത്തു. അപ്പോൾ 1 - x = 1 - -1 = 1 + 1 = 2 എന്ന് കിട്ടും. ഇനി ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1 + x + 1 - x
ഈക്വൽ ടു 2. അത് നമുക്ക് ചെക്ക് ചെയ്യാം. അത് എക്സിന് 1 കൊടുത്ത് നോക്കാം. വെൻ എക്സ് ഈക്വൽ ടു 1, അപ്പോൾ നമുക്ക് 1 മൈനസ് 1 പ്ലസ് 1 മൈനസ് 1 ഈക്വൽ ടു 2 ആണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. നമുക്ക് ചെയ്ത് നോക്കാം. 1 പ്ലസ് 1 2 ആണ്. 2 പ്ലസ് 1 മൈനസ് 1 0 ആണ്. 2 പ്ലസ് ഈക്വൽ ടു 2 ആണ്. അപ്പോൾ വെൻ എക്സ് ഈക്വൽ ടു 1 നമ്മൾ ചെയ്തു. ഇനി വെൻ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് 1, ഇവിടെ അപ്പോൾ 1 പ്ലസ് എക്സ് ആണ്. അപ്പോൾ 1 പ്ലസ് മൈനസ് 1 ഇൻറ്റു 1 മൈനസ് മൈനസ് 1 ഈക്വൽ ടു 1 പ്ലസ് മൈനസ് 1 0. ഇവിടെ സൈൻ പ്ലസ് ആണ്. അപ്പോൾ 0 പ്ലസ് 1 മൈനസ് മൈനസ് 1 1 പ്ലസ് 1 ഈക്വൽ ടു ഇവിടെയും 2 എന്ന ആൻസർ കിട്ടി. വെൻ എക്സ് ഈസ് ഈക്വൽ ടു 2, അപ്പോൾ ഇവിടെ 1 പ്ലസ് എക്സ് 1 പ്ലസ് 2 പ്ലസ് 1 മൈനസ് എക്സ് 1 മൈനസ് 1 പ്ലസ് 2 3 1 മൈനസ് 2, അതായത് മൈനസ് 1 ഈക്വൽ ടു 2 എന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടുന്നത്. ഇനി വെൻ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് 2 കൊടുത്ത് നോക്കാം. അപ്പോൾ 1 പ്ലസ് മൈനസ് 2 പ്ലസ് 1 മൈനസ് മൈനസ് 2 ഈക്വൽ ടു 1 പ്ലസ് മൈനസ് 2, അതായത് മൈനസ് 1 പ്ലസ് 1 മൈനസ് മൈനസ് 2 1 പ്ലസ് 2 മൈനസ് 1, അതായത് 1 പ്ലസ് 2 ഈക്വൽ ടു മൈനസ് 1 പ്ലസ് 3 ഈക്വൽ ടു 2. അടുത്ത് നമുക്ക് എക്സിന് 0 കൊടുത്ത് നോക്കാം. ഇത് മായ്ക്കുന്നില്ല, ഈ പേജിൽ തന്നെ ചെയ്യാം. വെൻ എക്സ് ഈസ് ഈക്വൽ ടു 0, അപ്പോൾ 1 പ്ലസ് 0 പ്ലസ് 1 മൈനസ് 0 ഈക്വൽ ടു 1 പ്ലസ് 1 ഈക്വൽ ടു, അപ്പോൾ നമ്മൾ എക്സിന് 0 കൊടുത്തു. അതുപോലെ പോസിറ്റീവ് 1ഉം പോസിറ്റീവ് 2ഉം കൊടുത്തു, നെഗറ്റീവ് 1ഉം നെഗറ്റീവ് 2ഉം കൊടുത്തു. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവും 0യും ആ വാല്യൂസ് എല്ലാം കൊടുത്തു. അപ്പോൾ നമുക്ക് കിട്ടുന്ന എല്ലാം നമുക്ക് ആൻസർ 2 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ 1 പ്ലസ് എക്സ് പ്ലസ് 1 മൈനസ് എക്സ് ഈക്വൽ ടു 2 എന്നുള്ള ഇക്വേഷൻ നമ്മൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ് മൈനസ് 1 ഈക്വൽ ടു 1 ചെയ്ത് നോക്കാം. ആദ്യം വെൻ എക്സ് ഈസ് ഈക്വൽ ടു 1 കൊടുക്കും. അപ്പോൾ നമുക്ക് ഇക്വേഷൻ 1 മൈനസ് 1 ഈക്വൽ ടു 1 മൈനസ് 1 0 ആണ്. 1 മൈനസ് 0 ഈക്വൽ ടു 1 എന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടും. ഇനി വെൻ എക്സ് ഈസ് ഈക്വൽ ടു 2 കൊടുത്തു. അപ്പോൾ 2 മൈനസ് 1 എക്സിൻ്റെ സ്ഥാനത്ത് 2 കൊടുത്തു ഈക്വൽ ടു 2 മൈനസ് 1 1 ഈക്വൽ ടു നമുക്ക് ആൻസർ 1 എന്ന് തന്നെ കിട്ടുന്നു. ഇനി വെൻ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് 1, അപ്പോൾ മൈനസ് 1 മൈനസ് എക്സ് മൈനസ് 1 എന്ന് പറയും മൈനസ് 1 ഈക്വൽ ടു മൈനസ് 1 മൈനസ് മൈനസ് 1 പ്ലസ് മൈനസ് 1 ഈക്വൽ ടു മൈനസ് 2 ആണ്. അപ്പോൾ മൈനസ് 2 ഈക്വൽ ടു മൈനസ് 1 മൈനസ് ഓഫ് മൈനസ് 2, അതായത് മൈനസ് 1 മൈനസ് 2, അപ്പോൾ മൈനസ് 1 പ്ലസ് 2 ഈക്വൽ ടു, ഇവിടെ ഡിഫറൻറ്റ് സൈനാണ്. അപ്പോൾ തമ്മിലുള്ള വ്യത്യാസം 1, വലുതിൻ്റെ സൈൻ പോസിറ്റീവ്. അപ്പോൾ ഇവിടെയും 1 എന്ന് തന്നെ ആൻസർ കിട്ടി. വെൻ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് 2, അപ്പോൾ മൈനസ് 2 മൈനസ് എക്സ് മൈനസ് 1 മൈനസ് 2 മൈനസ് 1 ഈക്വൽ ടു മൈനസ് 2 മൈനസ് 1 മൈനസ് 2 പ്ലസ് മൈനസ് 1, അതായത് മൈനസ് 3 ഈക്വൽ ടു അത് മൈനസ് 2 മൈനസ് ഓഫ് മൈനസ് 3 പ്ലസ് 3 ഈക്വൽ ടു മൈനസ് 2 പ്ലസ് 3 ഉള്ളത് 1 എന്ന് തന്നെ ആൻസർ കിട്ടി. ഇനി വെൻ എക്സ് ഈസ് ഈക്വൽ ടു 0 കൊടുത്താൽ 0 മൈനസ് 1 ഈക്വൽ ടു 0 മൈനസ് 1 മൈനസ് 1 ഈക്വൽ ടു 0 പ്ലസ് 1
ഈക്വൽ ടു ഇവിടെ നമുക്ക് 1 എന്ന് തന്നെ ആൻസർ കിട്ടും. ഇതിലെ തേർഡ് ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ചോദ്യം. 1 മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് ഓഫ് എക്സ് മൈനസ് 1. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. വെൻ എക്സ് ഈക്വൽ ടു 1, 1 മൈനസ് 1 ഈക്വൽ ടു മൈനസ് ഓഫ് 1 മൈനസ് 1. ഇവിടെ 1 മൈനസ് 1 0, 0 ഈക്വൽ ടു മൈനസ് ഓഫ് 0, അതായത് ഈക്വൽ ടു 0 തന്നെ. ഇനി വെൻ എക്സ് ഈസ് ഈക്വൽ ടു 2 കൊടുത്ത് നോക്കാം. അപ്പോൾ 1 മൈനസ് എക്സിൻ്റെ വാല്യൂ 2 ഈക്വൽ ടു മൈനസ് ഓഫ് എക്സിൻ്റെ വാല്യൂ 2, 2 മൈനസ് 1. അപ്പോൾ ഇവിടെ 1 മൈനസ് 2 മൈനസ് 1 ഈക്വൽ ടു 2 മൈനസ് 1 1 ആണ്. അപ്പോൾ മൈനസ് ഓഫ് 1, ഇതും ശരിയാണ്. വെൻ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് 1, അപ്പോൾ 1 മൈനസ് മൈനസ് 1 ഈക്വൽ ടു മൈനസ് ഓഫ് മൈനസ് 1 മൈനസ് 1. ഒരു 1 മൈനസ് മൈനസ് 1 1 പ്ലസ് 1 2 ഈക്വൽ ടു മൈനസ് ഓഫ് മൈനസ് 1 മൈനസ് 1 മൈനസ് 1 പ്ലസ് മൈനസ് 1 മൈനസ് 2 ഇത് ഈക്വൽ ടു 2 ആണ്. അപ്പോൾ 2 ഈക്വൽ 2 എന്ന് കിട്ടി. ഇതും ശരിയാണ്. നെക്സ്റ്റ് നമ്മൾ 1 കൊടുത്തു, 2 കൊടുത്തു, മൈനസ് 1 കൊടുത്തു. അടുത്തത് വെൻ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് 2 കൊടുത്തു നോക്കാം. അപ്പോൾ 1 മൈനസ് മൈനസ് 2 ഈക്വൽ ടു മൈനസ് ഓഫ് മൈനസ് 2 മൈനസ് 1. 1 മൈനസ് മൈനസ് 2 എന്ന് പറയുന്നത് 3, 1 പ്ലസ് 2 3 ഈക്വൽ ടു മൈനസ് ഓഫ് മൈനസ് 2 മൈനസ് 1 മൈനസ് 2 പ്ലസ് മൈനസ് 1, അതായത് മൈനസ് 3. അപ്പോൾ 3 ഈക്വൽ ടു മൈനസ് ഓഫ് മൈനസ് 3 3. അവിടെ നമുക്ക് ശരിയാണെന്ന് ആൻസർ കിട്ടി. ഇനി വെൻ എക്സ് ഈസ് ഈക്വൽ ടു 0 കൊടുത്ത് നോക്കാം. 1 മൈനസ് 0 ഈക്വൽ ടു മൈനസ് ഓഫ് 0 മൈനസ് 1. 1 മൈനസ് 0 1 ഈക്വൽ ടു മൈനസ് ഓഫ് 0 മൈനസ് 1 മൈനസ് 1. അപ്പോൾ 1 ഈക്വൽ ടു മൈനസ് ഓഫ് മൈനസ് 1 മൈനസ് ഓഫ് മൈനസ് 1 ഈക്വൽ ടു 1. ഇവിടെയും ആ ഇക്വേഷൻ ശരിയാണെന്ന് നമ്മൾ തെളിയിച്ചു.